പറഞ്ഞ 3 കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് 7 സെന്റിമീറ്റർ നീളമുള്ള ഒരു വരയെ 3 ഈക്വൽ പാർട്ടാക്കി 3 തുല്യ ഭാഗമാക്കി മുറിക്കുന്നതിന്റെ ഒരു ഐഡിയ ആദ്യം പറഞ്ഞാൽ അല്ലേ? എങ്ങനെയാണ് ചെയ്തത്? എന്ത് വേണ്ട കോഫി 7 സെന്റിമീറ്റർ നീളമുള്ള ഒരു വരയെ 7 സെന്റിമീറ്റർ നീളമുള്ള ഒരു വരയെ 3 ഈക്വൽ പാർട്ടാക്കുന്നതിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. എന്തുവായിരുന്നു ആദ്യം ചെയ്യേണ്ടത്? ആദ്യം 6 സെന്റിമീറ്റർ നീളത്തിൽ ഒരു വര വരയ്ക്കാം. അതിനെ 1, 2, 3 ഈക്വൽ പാർട്ടാക്കി മുറിക്കാം. അപ്പോൾ ഓരോ കഷത്തിന്റെ നീളം എത്ര വരും? 2. അപ്പൊ ഇത് 2, ഇത് 2, ഇത് 2. പിന്നെന്ത് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു. ഈ ഓരോ പോയിന്റിൽ നിന്നും പെർപെൻഡിക്കുലർ ലൈനുകൾ, ലംബരേഖകൾ എന്ത് ചെയ്യുക? വരയ്ക്കാം. ഓക്കെ, അടുത്ത സ്റ്റെപ്പ് എന്തുവായിരുന്നു പറഞ്ഞത്? ഇതിലെ ആദ്യത്തെ വരയിൽ എവിടെയെങ്കിലും ഒരിടത്ത് ഒരു പോയിന്റ്, ഒരു ബിന്ദു അടയാളപ്പെടുത്തുക. എന്നിട്ട് ബിന്ദു ആ ബിന്ദുവിൽ പോയിന്റിൽ അല്ല അതിനുമ്പ് ഒരു കാര്യം ചെയ്യണം. കോമ്പസേൽ ഒരു 7 സെന്റിമീറ്റർ അകലം എടുക്കണം. എത്ര സെന്റിമീറ്റർ? എന്നിട്ട് കോമ്പസിന്റെ മുന കൊണ്ടുവന്ന് ഈ പോയിന്റിൽ കുത്തിക്കൊണ്ട് ഈ 1, 2, 3, 4 വരയെ ഒന്ന് കട്ട് ചെയ്യണം. ആ പോയിന്റ് അടയാളപ്പെടുത്തുക. ഇവരെ തമ്മിൽ എന്ത് ചെയ്യുക? യോജിപ്പിക്കും. അപ്പോൾ മുകളിലത്തെ വരയുടെ നീളം എത്രയായിരിക്കും? 7 സെന്റിമീറ്റർ. 7 സെന്റിമീറ്റർ നീളമുള്ള വരയെ നമ്മൾ 3 ഈക്വൽ പാർട്ടാക്കി 3 തുല്യ ഭാഗങ്ങളാക്കി എന്ത് ചെയ്തു? മുറിച്ചു. ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ട്? ഇല്ല. ഇനി ഒരു കാര്യം ഒന്നുകൂടെ പറയണം കേട്ടോ. ദിസ് ഈസ് ട്രൂ ഈവൻ ഇഫ് ദി സ്ലാന്റഡ് ലൈൻസ് ആർ ഡ്രോൺ ഇൻസ്റ്റെഡ് ഓഫ് perpendicular lines, but they meet be parallel. ഇപ്പൊ നമ്മള് പെർപെൻഡിക്കുലർ ലൈൻ വരച്ചാണ്, ലംബരേഖ വരച്ചാണ് 7 സെന്റിമീറ്ററിനെ മുറിച്ചത്. ഇതിന് പകരം നിങ്ങൾക്ക് ആരെയും ഉപയോഗിക്കാം? സ്ലാന്റഡ് ലൈൻ. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്. ആ സ്ലാന്റഡ് ലൈനുകൾ എങ്ങനെ ആയിരിക്കണം? അല്ലല്ല, പാരലായിരിക്കണം. എങ്ങനെ ആയിരിക്കണം? ഞാൻ ഇങ്ങോട്ട് നോക്കാം. നമ്മൾ പഴയതുപോലെ വീണ്ടും എത്ര സെന്റിമീറ്റർ നീളമുള്ള വര? 6 സെന്റിമീറ്റർ നീളമുള്ള വര വരച്ചു. അതിനെ എത്ര ഈക്വൽ പാർട്ടാക്കി? 3 ഈക്വൽ പാർട്ടാക്കി. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത്, ഈ ഓരോ പോയിന്റിലൂടെയും എങ്ങനെയുള്ള വര വരയ്ക്കണം? ചരിഞ്ഞ വര ആയിരിക്കണം. അതേ സമയത്ത് അവര് തമ്മിൽ എങ്ങനെ ആയിരിക്കണം? അത് പാരലായിരിക്കണം. എന്തായിരിക്കണം? എന്നിട്ട് മുമ്പേ ചെയ്ത അതേ പരിപാടി. എന്തുവാ? ഇവിടെ എവിടെങ്കിലും ഒരിടത്തൊരു പോയിന്റ് മാർക്ക് ചെയ്യുക. കോമ്പസിൽ 7 സെന്റിമീറ്റർ അകലം എടുക്കുക. എന്നിട്ട് ഈ അവസാനത്തെ വരയെ ഒന്ന് കട്ട് ചെയ്യുക. ഇത് യോജിപ്പിച്ച് അങ്ങോട്ട് വരയ്ക്കും. അപ്പോ ഈ മുകളിലത്തെ വര എത്ര സെന്റിമീറ്റർ നീളമുള്ള വരയാ? 7 സെന്റിമീറ്റർ. അതിനെ 3 തുല്യ കഷ്ണമാക്കും. അപ്പൊ ഓരോന്നിന്റെ നീളം 2 and 1/3, 2 and 1/3, 2 and 1/3 എന്ന് വെച്ചാലേ 2 ഉം 2 ഉം 4 ഉം 2 ഉം 6. അതത്ര കൂടെ 6ആയി. 1/3 പ്ലസ് 1/3 പ്ലസ് 1/3 3/3. അതെത്ര? 1. മനസ്സിലായില്ല? 2 അധികം 2 അധികം 2 എത്ര സെന്റിമീറ്റർ ആയി? ഇനിയുള്ള 1/3 പ്ലസ് 1/3 പ്ലസ് 1/3. ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ, ഛേദം ഒരുപോലെ ആണെങ്കിൽ ന്യൂമറേറ്റർ അംശം കൂട്ടിയാ പോരെ? അപ്പൊ പറഞ്ഞേട്ടെ, 1 പ്ലസ് 1 പ്ലസ് 1/3. ആൻസർ 3/3. എത്ര? ആ 1ഉം 6ഉം കൂടെ ആഡ് ചെയ്താൽ എത്ര കിട്ടും? അപ്പൊ പെർപെൻഡിക്കുലർ ലൈൻ തന്നെ വരയ്ക്കണോ നിർബന്ധമൊന്നുമില്ല. ചരിഞ്ഞ വര വരച്ചും 7 സെന്റിമീറ്ററിനെ 3 ആക്കാം. പക്ഷെ ഒറ്റ കണ്ടീഷൻ. എന്താണ്? ആ ചരിഞ്ഞ വരകൾ പാരലൽ ആയിരിക്കണം. ആ ചരിഞ്ഞ വരകൾ എങ്ങനെ ആയിരിക്കണം? പാരലൽ ആയിരിക്കണം.
സമാന്തരമായിരിക്കണം. ഐഡിയ എത്രയും ക്ലിയർ ആയോ? ശരി, ഇനി നിങ്ങളുടെ പുസ്തകത്തിലെ ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ആണ് അവിടെ കൊടുത്തേക്കുന്നത്. കണ്ടോ കണ്ടോ, ഇത് നിങ്ങളുടെ പുസ്തകത്തിൽ പേജ് നമ്പർ 37 കിടപ്പുണ്ട് ചോദ്യം. കണ്ടോ, പേജ് നമ്പർ 37 കണ്ടോ കണ്ടോ കണ്ടോ, വായിക്കട്ടെ. എന്തോ ചോദ്യം? ഡ്രോ എ ലൈൻ 10 centimeter long and divide into 3 equal parts. അപ്പോ ചോദ്യം കണ്ടോ? കണ്ടു. ഒന്ന് വായിച്ചോട്ടെ. 10 സെന്റിമീറ്റർ നീളത്തിൽ ഒരു വര വരച്ച് അതിനെ 3 സമഭാഗങ്ങളാക്കുക. 10 സെന്റിമീറ്റർ നീളത്തിൽ ഒരു വര വരച്ച് അതിനെ 3 സമഭാഗങ്ങൾ ആക്കുക. പുസ്തകത്തിൽ ആ ചോദ്യം അണ്ടർലൈൻ ചെയ്തിട്ട് നിങ്ങൾക്ക് ഞാൻ തന്നിരിക്കുന്ന നോട്ടിനകത്തിൽ നിങ്ങൾ അതിന്റെ സൈഡിലോട്ട് ആ പേജ് നമ്പർ എന്ന് എഴുതിയിട്ടേനെ. എക്സാമ്പിൾ എന്ന് എഴുതണം. അവിടെ അനദർ പ്രോബ്ലം എന്നുള്ളതിന്റെ താഴെ എക്സാമ്പിൾ എന്ന് എഴുതുക. എന്നിട്ട് ആ ചോദ്യത്തിന്റെ ബ്രാക്കറ്റിലോട്ട് എക്സാമ്പിൾ അല്ല പേജ് നമ്പർ 37 എന്ന് എഴുതുക. സർ, ഇത്രേ ഉള്ളൂ. അപ്പോ ഞാൻ നോട്ട് അയച്ചു തന്നായിരുന്നോ? ഇല്ല സാർ. ഒരു സെക്കൻഡ്, ഞാൻ ഇപ്പൊ നോട്ട് അയച്ചു തരാം. ഇനി ക്ലാസ്സിൽ ഇരിക്കുന്നവര് പിന്നെ റഫ് ബുക്ക്, ഇൻസ്ട്രുമെന്റ് ബോക്സ് ഇത്ര എടുത്തു വരയ്ക്കാം. അപ്പൊ എന്തോ നമ്മുടെ ചോദ്യം? ഡ്രോ എ ലൈൻ 10 centimeter long. അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യം അല്ല. എന്തോ പറ്റിയപ്പോ? അപ്പൊ ഞാൻ വരയ്ക്കണോ? വരയ്ക്കണം. ഞാൻ ബോർഡെ വരയ്ക്കുന്നത് നോക്കി ഒരു റഫ് ബുക്കിലോട്ടോ റഫ് പേപ്പറിലോട്ടോ വരയ്ക്കണം കേട്ടോ. അപ്പൊ 10 സെന്റിമീറ്റർ നീളമുള്ള ഒരു വര വരയ്ക്കാനാണ് പറഞ്ഞേക്കുന്നത്. വല്ല ബുദ്ധിമുട്ടുണ്ടോ? അല്ല. പക്ഷെ ബാക്കിയോട് വായിക്കുമ്പോഴാ ബുദ്ധിമുട്ട്. ബാക്കി വായിച്ചേ. ആൻഡ് ഡിവൈഡ് ഇറ്റ് ഇൻറ്റു 3 equal പാർട്ട്. എന്താ കുഴപ്പം? 10നെ 3 ഈക്വൽ പാർട്ടാക്കാൻ പറഞ്ഞാൽ നമ്മൾ സാധാരണഗതിയിൽ 10നെ 3 കൊണ്ട് ഹരിക്കും അല്ലേ? 3 9 സിസ്റ്റം 1. ഇനി പോയിന്റ് ഇട്ട് കൊടുക്കും. എന്നിട്ട് 0 ഇട്ടാൽ വീണ്ടും 3 9 അല്ലേ? വീണ്ടും 10 3.3 എന്നിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇതൊരു റെക്കറിംഗ് ഡെസിമൽ ആണ്. എന്താണ് എന്ന് വെച്ചാൽ ഒരേ നമ്പർ തന്നെ ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഡെസിമൽ ആണ്. ഇങ്ങനെയൊക്കെയുള്ള മെഷർമെന്റ് നമ്മുടെ കയ്യിലുണ്ടോ? അവിടാണ് നമ്മളിപ്പോ പാരലൽ ലൈനകത്ത് പഠിച്ച ഐഡിയ എന്ത് ചെയ്യുന്നത്, പ്രയോഗിക്കാൻ പോകുന്നത്. എന്തുവായിരുന്നു ഐഡിയ എന്ന് വായിച്ചു നോക്കിക്കേ. ഫസ്റ്റ് സ്റ്റെപ്പ് ഡ്രോ എ ലൈൻ. നോട്ടിലുണ്ട്, വായിച്ചോ. ഡ്രോ എ ലൈൻ 10 centimeter ലോങ്. 10 സെന്റിമീറ്റർ നീളമുള്ള എന്ത് വരയ്ക്കണം? ഒരു വര വരയ്ക്കണം. 10 സെന്റിമീറ്റർ നീളമുള്ള ഒരു വര വരയ്ക്കണം. ബോർഡിലേക്ക് നോക്കിയിരിക്കുക എല്ലാവരും. ഞാൻ പറഞ്ഞത് വരച്ചാൽ മതി. എത്ര സെന്റിമീറ്റർ നീളമുള്ള വര? 10 സെന്റിമീറ്റർ നീളമുള്ള ഒരു വര വരയ്ക്കാം. വരച്ചാട്ട് എല്ലാവരും സ്കെയിൽ കൊണ്ട്. ഈ വരയുടെ മുകളിലാണ് നമുക്കിനി ബാക്കി പരിപാടി ചെയ്യാനുള്ളത്. അതുകൊണ്ട് ഈ വര ഇച്ചിരി താത്ത് വരയ്ക്കണം കേട്ടോ. 10 സെന്റിമീറ്റർ നീളമുള്ള ഒരു വര വരയ്ക്കാം. പത്ത് സെന്റിമീറ്റർ നീളമുള്ള വര വരയ്ക്കാൻ ഇത്ര പാടുണ്ടോ? വരച്ചോ. ഫസ്റ്റ് സ്റ്റെപ്പ് ഓക്കെ ആയല്ലോ. സെക്കൻഡ് സ്റ്റെപ്പ് വായിച്ചോട്ടെ. Then draw the line of length 9 centimeter from one end of the. ഇപ്പൊ വരച്ചു വെച്ചേക്കുന്ന ഈ വരയുടെ ഒരറ്റത്ത് നിന്ന് 9 സെന്റിമീറ്റർ നീളമുള്ള ഒരു വര എന്ത് ചെയ്യണം? അപ്പോൾ അവിടെ ഒരു ക്വസ്റ്റ്യൻ ഉയർന്നു വരുന്നു. ഈ 9 സെന്റിമീറ്റർ എവിടുന്ന് കിട്ടി? 10ന്റെ തൊട്ട് താഴെ 3 ഈക്വൽ പാർട്ടാക്കാൻ പറ്റുന്ന ഒരു ലെങ്ത് ആരാണ്? 9 ആണ്. അതാണ് ലോജിക്ക്. ഒന്നുകൂടെ 10 ആണ് നമ്മുടെ നീളം.
അതിനെ 3 ഈക്വൽ പാർട്ട് ആക്കുന്നതിലാണ് ബുദ്ധിമുട്ടുള്ളത്. നമ്മൾ 10ന് തൊട്ട് താഴെയുള്ള 9 നമുക്ക് എന്ത് ചെയ്യാം, 3 ഈക്വൽ പാർട്ട് ആക്കാം. ബോർഡിലേക്ക് നോക്കുക, എന്റെ കൂടെ തന്നെ വരച്ചോണം. ഇവിടെ നിന്ന് സ്കെയിൽ ഒരല്പം ചരിച്ച് വെച്ച് എത്ര സെന്റിമീറ്റർ ആണ്, എത്ര സെന്റിമീറ്ററാ, 9. അപ്പൊ കാണാൻ പറ്റുന്നുണ്ടോ? കാണാൻ പറ്റുന്നുണ്ട്. ആ, എത്ര സെന്റിമീറ്റർ വരയ്ക്കണ്ടേ, എത്ര സെന്റിമീറ്റർ വരയ്ക്കണ്ടേ? 9 സെന്റിമീറ്റർ നീളത്തിൽ ഒരു വര വരച്ചു. 9 സെന്റിമീറ്റർ നീളത്തിൽ എന്ത് വരച്ചു? ഒരു വര. ചരിഞ്ഞ ഒരു വര 9 സെന്റിമീറ്റർ നീളത്തിൽ. ഓക്കെ ഓക്കെ. ആ, അടുത്ത സ്റ്റെപ്പ് വായിച്ചാട്ടെ. ഡിവൈഡ് ദ ടോപ്പ് ലൈൻ ഇൻറ്റു 3 ഈക്വൽ പാർട്ട്. ഇപ്പൊ വരച്ച ഈ മുകളിലത്തെ വരയുണ്ടല്ലോ, അതിനെ എത്ര ഈക്വൽ പാർട്ട് ആക്കണം? ഒരു സംശയം, 3 എവിടുന്ന് കിട്ടി? അല്ല, 10നെ 3 ആക്കാനാ പറയുന്നത്. അത് നമ്മൾ ആദ്യം 9നെ എന്താക്കാൻ പോവാ, 3 ആക്കാൻ പോവാ. അപ്പൊ കോമ്പസിൽ ശ്രദ്ധിക്കുക, കോമ്പസിൽ 3 സെന്റിമീറ്റർ അകലം എടുക്കാം. അപ്പോ കോമ്പസിൽ എത്ര സെന്റിമീറ്റർ അകലം എടുക്കാം? 3 സെന്റിമീറ്റർ. എടുത്തോ, എടുത്തോ. ആ, ഞാൻ ചെയ്യുന്നത് പോലെ എന്റെ കൂടെ ചെയ്തു വരണം. കൊണ്ട് നോക്കാം. കോമ്പസിന്റെ മുന എവിടെ കുത്തിയേക്കുന്നത് കണ്ടല്ലോ, കണ്ടോ? ഹലോ ഹലോ, കോമ്പസിന്റെ മുന എവിടെ കുത്തിയേക്കുന്നത് കണ്ടോ? എന്നിട്ട് ഈ വരയിൽ ആദ്യം ഒരാർക്ക് അടയാളപ്പെടുത്തുക, ആദ്യം ഒരാർക്ക് അടയാളപ്പെടുത്തുക. അപ്പൊ അങ്ങനായി 3 സെന്റിമീറ്റർ അകലത്തിൽ. എത്ര സെന്റിമീറ്റർ അകലത്തിലാണ്? 3 സെന്റിമീറ്റർ അകലത്തിൽ ഒരാർക്ക് അടയാളപ്പെടുത്തും. അല്ല, 3 എവിടെ നിന്ന് കിട്ടി? 10നെ 3 ആക്കുന്നല്ല, 9നെ 3 ആക്കുമ്പോ ഒരു കഷ്ണത്തിന്റെ നീളമാണ് 3 സെന്റിമീറ്റർ. അടയാളപ്പെടുത്തിയോ? വേണ്ടേ? ഈ ആർക്കിൽ കോമ്പസിന്റെ മുന കുത്തി, ആദ്യം വരച്ച ആർക്കിൽ കോമ്പസിന്റെ മുന കുത്തി അടുത്ത ആർക്ക് വരയ്ക്കാം. വരച്ചോ? ഇവിടെ കുത്തിക്കൊണ്ട് വരച്ചാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ എന്തെങ്കിലും വന്നേക്കാം. അപ്പൊ പിന്നെ അവിടെ വരയ്ക്കണ്ട. ഓക്കെ, ഇവിടെ വരെ കുഴപ്പമൊന്നുമില്ലല്ലോ. ഇവിടെ വരെ കുഴപ്പം എന്തെങ്കിലും ഉണ്ടോ? ഇവിടെ വരെ കുഴപ്പം എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. അത്ര ഓക്കെ ആയല്ലോ. അടുത്ത സ്റ്റെപ്പ് വായിക്കൂ. Now join the other two ends of the 2 lines. ഈ 2 ലൈനുകളുടെയും കൂടിയുള്ള മറ്റേ അറ്റം ഉണ്ടല്ലോ, അതെന്ത് ചെയ്യണം? ജോയിൻ ചെയ്യണം. ജോയിൻ ചെയ്താട്ടെ. പഠിച്ചോപ്പോ. ലാസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ലാസ്റ്റ് സ്റ്റെപ്പ്, ഡ്രോ പാരലൽ ലൈൻസ് ത്രൂ ദ പോയിന്റ്സ് ഓഫ് ഈക്വൽ ഡിവിഷൻ. നോക്കാം, 1, 2 ഇതാണല്ലോ നമ്മുടെ 2 പോയിന്റുകൾ. ഈ 2 പോയിന്റുകളിൽ നമ്മൾ ഇതിനെ ഈക്വൽ ആയിട്ട് മുറിച്ചത്, തുല്യമായിട്ട് മുറിച്ചത്. ഈ 2 പോയിന്റുകളിലൂടെ എന്ത് വരയ്ക്കണം? ഹലോ, പാരലൽ ലൈൻ വരയ്ക്കണം. എന്തോ വരയ്ക്കണം? അയ്യോ, അതെങ്ങനെ വരയ്ക്കുന്നു? പ്രൊട്രാക്ടർ വെച്ച് എന്ത് വെച്ചാ വരയ്ക്കണേ? എന്ത് വെച്ചാ വരയ്ക്കണേ? പ്രൊട്രാക്ടർ സ്കെയിൽ മനസ്സിലെടുത്തേ. അപ്പൊ ഇനി നമ്മൾ ചെയ്യുന്നത്, നമ്മൾ ഈ മുകളിലത്തെ വരയെ 1, 2 പോയിന്റുകളിൽ കട്ട് ചെയ്തില്ലേ? ഈ 2 പോയിന്റുകളിലൂടെ ഈ ലൈനിന് പാരലായിട്ട് 2 ലൈനുകൾ വരയ്ക്കണം. വരയ്ക്കരുത്, ബോർഡിലേക്ക് നോക്കിയിരിക്കുക. ഞാൻ വരച്ചു കഴിഞ്ഞതിന് ശേഷം വരച്ചാൽ മതി. ശ്രദ്ധിച്ചിട്ട് ആദ്യം ഏത് ലൈനിനാണോ പാരലൽ ലൈൻ വരയ്ക്കേണ്ടത്, ആ ലൈനിലോട്ട് ആരെ ചേർത്ത് വെക്കുക? അതുകൊള്ള ഞാൻ ഇത് വെച്ചേക്കുന്നുണ്ട്.
ആ ഞാൻ ഇങ്ങോട്ട് നോക്ക്, ഞാൻ നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്ന അതേ സാധനം തന്നെയല്ലേ ഞാൻ പോണേ വെച്ചേക്കുന്നേ. വെച്ചോ വെച്ചോ വെച്ചോ. അതിന് നീളം കൂടിയ വശമില്ലേ, ആ നീളം കൂടിയ വശം ഈ വരയോട് ചേർത്ത് വെക്കാം. വെച്ചോ വെച്ചോ. ഇനി ആരും വരയ്ക്കണ്ട, ഇങ്ങോട്ട് നോക്കിയിരിക്കുക. ഇതിന്റെ താഴത്തെ അറ്റത്തോട്ട് എന്ത് ചേർത്ത് വെക്കുക? സ്കെയിൽ ചേർത്ത് വെക്കുക. താഴത്തെ അറ്റത്തോട്ട് എന്ത് ചേർത്ത് വെക്കുക? ഇവിടെ നോക്കിയിരുന്നാലേ വരയ്ക്കുന്ന ഐഡിയ പിടികിട്ടത്തുള്ളൂ. ബോർഡിലേക്ക് നോക്കിയിരിക്കുന്ന ആരും വരയ്ക്കണ്ട. ഈ സ്കെയിലിന്റെ സൈഡിലൂടെ ഞാൻ ഈ സെറ്റ് സ്ക്വയർ നിരക്കുന്നു. നിരക്കി വളരെ സാവധാനം ചെയ്യാവും. ഇങ്ങോട്ട് നോക്കാം. നിരക്കി ഈ പോയിന്റ് കണ്ടോ? ആ പോയിന്റ് കണ്ടോ? ഇവിടെ നോക്കിയിരിക്കാൻ. ആ പോയിന്റിന്റെ അവിടെ വരുമ്പോ സ്കെയിൽ അങ്ങോട്ട് മാറ്റി വെക്കാം. സ്കെയിൽ അങ്ങോട്ട്. എന്നിട്ട് ആ പോയിന്റിനെ താഴോട്ട് എന്ത് ചെയ്യുക? കൂട്ടിച്ചേർക്കാം. വരയ്ക്കുന്ന ഐഡിയ എവിടെ കിട്ടിയോ? വീണ്ടും ഒന്ന് നോക്കാം. വീണ്ടും സ്കെയില് നമ്മള് പ്രൊട്രാക്ടറിന്റെ സെറ്റ് സ്ക്വയറിന്റെ സൈഡിലോട്ട് ചേർത്ത് വെച്ചു. ഇവിടെ നോക്കിയിരിക്കണം. വീണ്ടും സെറ്റ് സ്ക്വയർ നമ്മൾ മുന്നോട്ട് നിരക്കുന്നു. നിരക്കി എവിടെ കൊണ്ടുവരണം? അടുത്ത പോയിന്റിന്റെ അവിടെ കൊണ്ടുവരുമ്പോ നിർത്തണം. സ്കെയില് മാറ്റുക. ഹലോ സ്കെയില് മാറ്റുക. ആ പോയിന്റിനെ താഴോട്ട് എന്ത് ചെയ്യുക? യോജിപ്പിക്കാം. പാരലൽ ലൈൻ വരച്ചത് കണ്ടോ? കണ്ടോ? ഓക്കെ. അപ്പൊ വരയ്ക്കുന്ന വിധം മനസ്സിലായോ? ഓക്കെ. 3 പേര് ചേർന്ന് പാരലൽ ലൈൻ വരയ്ക്കരുത്. ഒരാള് സെറ്റ് സ്ക്വയർ പിടിക്കുക, ഒരാള് സ്കെയിൽ പിടിക്കുക, എന്നിട്ട് മൂന്നാമത്തെ ആൾ ഇവരുടെ ഇടക്കൂടെ കയറിയിരുന്ന് പെൻസിലുണ്ട് വരയ്ക്കരുത്. ഇത് 3 ഒരാൾ ഓപ്പറേറ്റ് ചെയ്യേണ്ട സാധനമാണ് കേട്ടോ. വരച്ചോ പിള്ളേരെ വരച്ചോ. വരച്ചോ അല്ല നമ്മുടെ ആൻസർ ആയോ? ഈ താഴത്തെ വരയാണ് 10 സെന്റിമീറ്റർ നീളമുള്ള വര. അതിനെ ഇപ്പൊ എത്ര ഈക്വൽ പാർട്ടാക്കി? അപ്പൊ ഓരോന്നിന്റെ നീളം എത്ര ആയിരിക്കും? വേണ്ട, ഈ ഓരോ പാർട്ടിന്റെ ലെങ്ത് എത്ര ആയിരിക്കും? 3 and 1/3, 3 and 1/3, 3 and 1/3. അവിടെ എഴുതിയിട്ടെ. 3 3 6, 6 3 9. 1/3 3 പ്രാവശ്യം കൂട്ടുമ്പോ 3/3 കിട്ടും. 3/3 എന്ന് പറഞ്ഞാൽ 1 ആണ്. 9 + 1 = 10. അപ്പോ ക്ലിയർ ആയോ? മനസ്സിലായി. ഇതാണ് നമ്മൾ ഇന്ന് തുടക്കത്തിൽ പറഞ്ഞത്. ഇവിടെ നോക്കിക്കേ. ഇവിടെ നമ്മള് പെർപെൻഡിക്കുലർ ലൈൻ ലംബരേഖ വരച്ചിട്ടാണോ 10നെ 3 ആക്കിയത്? ആണോ? ഈ വരച്ച വരകൾ ലംബരേഖകളാണോ? പെർപെൻഡിക്കുലർ ലൈനുകളാണോ? അല്ല, പിന്നെ ചരിഞ്ഞ വരയാ. പക്ഷെ ഒറ്റ കണ്ടീഷൻ ഉണ്ടായിരുന്നു. ഈ 3 ചരിഞ്ഞ വരകളും പാരലലായിരിക്കണം. എന്തായിരിക്കണം? ഇപ്പൊ കാര്യം പിടി കിട്ടിയോ? ഇനി ഇത് വീട്ടിൽ കൊണ്ട് എങ്ങനെ എഴുതണമെന്ന് ചോദിച്ചാൽ ആദ്യം ചോദ്യം എഴുതണം. ആദ്യം എന്തെഴുതണം? എന്നിട്ട് ഈ 1 2 3 4 5 എന്ന് നമ്പർ ഇട്ടേക്കുന്ന 5 സ്റ്റെപ്പുകൾ കണ്ടോ? അത് പോയിന്റ് ആയിട്ട് 1 2 3 4 5 എന്ന് അല്ലല്ല. എന്നിട്ട് ഫിഗർ ഒരുമിച്ച് അങ്ങ് വരച്ചാൽ മതി. അവരവിടെ ഓരോ ഫിഗറായിട്ട് കാണിച്ചേക്കാം. നിങ്ങൾ അങ്ങനെ വരയ്ക്കണ്ട. നിങ്ങള് എല്ലാം കൂടെ ചേർത്ത് ഒറ്റ ഫിഗർ ആക്കി അങ്ങ് വരച്ചാൽ മതി. പിടികിട്ടിയോ സംഗതി? പിടികിട്ടിയോ? 5 ചോദ്യം കഴിഞ്ഞിട്ട് 5 പോയിന്റ് എഴുതുക. അതിന് ശേഷം ലാസ്റ്റിൽ ഇപ്പൊ നമ്മൾ വരച്ച ഒരൊറ്റ ഫിഗർ അങ്ങ് വരച്ചാൽ മാത്രം മതി. ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ഓൾ സ്റ്റാൻഡപ്പ്. വരച്ചതൊന്ന് വായിച്ചു നോക്കുക. മനസ്സിലാകുന്നെങ്കിൽ ഇരിക്കാം, ഡൗട്ട് ഉണ്ടെങ്കിൽ നിൽക്കാം. ആക്ടിവിറ്റീസ് പേജ് നമ്പർ 39 കണ്ടോ? അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടോ? അല്ല സാർ, ഈ നോട്ട് ചെയ്തുമ്പോ ഇന്ന് പഠിപ്പിച്ചവിടെ നോട്ട് ചെയ്താ പോരെ? അല്ല, ഇനി ചൊവ്വാഴ്ചയല്ലേ ക്ലാസ് ഉള്ളൂ. ചൊവ്വാഴ്ചക്ക് മുമ്പായിട്ട് കഴിഞ്ഞ ക്ലാസ്സിലെയും ഇന്നത്തെ ക്ലാസ്സിലെയും കൂടെ എഴുതണം.
ഓക്കെ. ആ ആക്ടിവിറ്റീസ് പേജ് നമ്പർ 39 കണ്ടോ? അതിന്റെ മുകളിലോട്ട് എഴുത് എക്സസൈസ് 1. എക്സസൈസ് 1. എക്സസൈസ് 1 ബ്രാക്കറ്റിലെ പേജ് നമ്പർ 35 അങ്ങനെ നിൽക്കട്ടെ. ഇനി പുസ്തകത്തിലെ പേജ് നമ്പർ 39 എടുത്തേ. പേജ് നമ്പർ 39 എടുത്താട്ടെ. എടുത്തോ? പേജ് നമ്പർ 39 എടുക്ക. കേട്ടോ? വായിച്ചോട്ടെ ചോദ്യം. ഡ്രോ ആൻ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ഓഫ് പെരിമീറ്റർ 11 centimeter. Draw an equilateral triangle of perimeter 11 centimeter. Draw an equilateral triangle of perimeter 11 centimeter. എല്ലാരും ബോർഡിലേക്ക് നോക്കിയിരിക്കുക. എന്താണ് വരയ്ക്കേണ്ടത്? ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിൾ വരയ്ക്കണം. ഒരു സമഭുജ ത്രികോണം വരയ്ക്കണം. എന്താണ് ഇക്വലാറ്ററൽ ട്രയാങ്കിൾ അഥവാ സമഭുജ ത്രികോണം എന്ന് പറഞ്ഞാൽ പ്രത്യേകത? എല്ലാ സൈഡും ഈക്വൽ ആയിരിക്കും. ഞാൻ ഒരെണ്ണം റഫായിട്ട് വരയ്ക്കാം. ഒരെണ്ണം റഫായിട്ട് വരയ്ക്കാം. ഇതിനെ കുറിച്ച് ഒരൊറ്റ കാര്യമാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. എന്താണ്? ഇതിന്റെ പെരിമീറ്റർ പറഞ്ഞിട്ടുണ്ട്. ഇത് പറഞ്ഞിട്ടുണ്ട് പെരിമീറ്റർ ചുറ്റളവ് എത്രയാണ്? 11 centimeter. 11. അപ്പോ ഇത് ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആയതുകൊണ്ട്, സമഭുജ ത്രികോണം ആയതുകൊണ്ട് ഇതിന്റെ എല്ലാ വശത്തിനും ഒരേ നീളമായിരിക്കത്തില്ലേ? ഞാനിപ്പോൾ ഒരു വശം എ എന്ന് എടുക്കുവാണെങ്കിൽ എല്ലാ വശത്തിന്റെയും നീളം എന്തായിരിക്കും? അതിലാർക്ക് സംശയമൊന്നുമില്ലല്ലോ. അപ്പോ ഒരു സൈഡ് എ ആണെങ്കിൽ ഇതിന്റെ പെരിമീറ്റർ ചുറ്റളവ് എന്തോ വരും? എ ക്യൂബ്. ഒരു വശത്തിന്റെ നീളം എ ആണെങ്കിൽ ഇതിന്റെ പെരിമീറ്റർ, ആയിഷോട് ശ്രദ്ധിച്ചിരിക്കുക, പെരിമീറ്റർ ചുറ്റളവ് എന്ത് വരും? 3a. എത്രയാണ്? 3a ഈക്വൽ 11. ശരിയാണോ? ആണോ? അങ്ങനാണെങ്കിൽ എയുടെ വില എന്തോ വരും? ഞാൻ കണ്ടു ഒരു പ്രശ്നം കണ്ടോ? 11 ഇത് 9 ആയിരുന്നെങ്കിലും കുഴപ്പമില്ല, 12 ആയിരുന്നെങ്കിലും കുഴപ്പമില്ല. 11/3 ചെയ്താൽ ഉറപ്പായിട്ടും പോയിന്റുള്ള നമ്പർ കിട്ടും. എന്നുവെച്ചാൽ പോയിന്റ് കഴിഞ്ഞ് പിന്നെ ഇങ്ങനെ കുറെ നമ്പറുള്ളൊരു സാധനം കിട്ടും. അത് നമുക്ക് സ്കെയിൽ എടുക്കാൻ പറ്റുമോ? അപ്പൊ എങ്ങനെ ചെയ്യും? അവിടെയാണ് ലോജിക്. ആദ്യം 11 സെന്റിമീറ്റർ നീളമുള്ള ഒരു വര വരയ്ക്കണം. ആ വരയെ 3 ഈക്വൽ പാർട്ടാക്കണം. അതിനാണ് നമ്മൾ അടുത്ത പരിപാടി ചെയ്യുന്നത്. 11നെ 3 ആക്കാൻ നമ്മളെ കൊണ്ട് പറ്റത്തില്ല. നമ്മളെന്ത് ചെയ്യും? 11നോട് അടുത്തുള്ള 3 ആക്കാൻ പറ്റുന്ന 3ന്റെ ഒരു മൾട്ടിപ്പിൾ നോക്കണം. അതാരുണ്ട്? 9. ആരുണ്ട്? 9 സെന്റിമീറ്റർ നീളമുള്ള ഒരു വര വരച്ച് നമ്മൾ മുമ്പേ ചെയ്തതുപോലെ 11നെ എത്ര ഈക്വൽ പാർട്ടാക്കും? 3 ഈക്വൽ പാർട്ട് ആക്കും. വരച്ചു തുടങ്ങാമല്ലോ നമുക്ക്. രണ്ടോ കിടപ്പുണ്ട്. സ്റ്റെപ്പ് വായിച്ചിട്ട് ഒന്നാമത്തെ സ്റ്റെപ്പ്. ഡ്രോ എ ലൈൻ എ ബി 11 സെന്റിമീറ്റർ ലോങ്. 11 സെന്റിമീറ്റർ നീളത്തിൽ എന്ത് വരയ്ക്കുക? ഒരു ലൈൻ വരയ്ക്കാം. വരച്ചാട്ട് എല്ലാവരും. വാ അടച്ചു വെച്ച് പടം വരയ്ക്കണം. 11 സെന്റിമീറ്റർ നീളത്തിൽ എന്ത് വരയ്ക്കുക? ഒരു വര വരയ്ക്കാം. അപ്പൂനെ കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ. വരച്ചോ? ഹലോ, വരച്ചോ? ഇനി അടുത്തായിട്ട് എന്ത് ചെയ്യും? ഇതിന്റെ ഒരറ്റത്ത് നിന്ന് 9 സെന്റിമീറ്റർ നീളത്തിൽ ഒരു ചരിഞ്ഞ വര വരയ്ക്കണം. 9 സെന്റിമീറ്റർ നീളത്തിൽ ഒരു ചരിഞ്ഞ വര വരയ്ക്കണം.
ഉം. ഒരു ചരിഞ്ഞ വര വരച്ചു. കുഴപ്പമൊന്നുമില്ലല്ലോ. അടുത്ത പരിപാടി അല്ല, ഈ രണ്ടറ്റങ്ങളോട് എന്ത് ചെയ്യണം? യോജിപ്പിക്കണം. ഈ രണ്ടറ്റങ്ങളും കൂടി യോജിപ്പിക്കും. അപ്പോ ഓക്കെ ആണല്ലോ. പഠിച്ചോ? ഈ താഴത്തെ വരയ്ക്ക് എ ബി എന്ന പേര് കൊടുക്കാം. താഴത്തെ വരയ്ക്ക് എന്ത് പേര് കൊടുക്കാം? എ ബി. മുകളിലത്തെ വരയ്ക്ക് എ ആർ എന്ന് പേര് കൊടുക്കാം. ആർ. ഓക്കെ. ഇനി എന്താണ് അടുത്ത പരിപാടി? കോമ്പസിൽ ഈ എ ആറിനെ 3 ഈക്വൽ പാർട്ട് ആക്കണം. എത്ര ഈക്വൽ പാർട്ട് ആക്കണം? അതിന് കോമ്പസിൽ എന്ത് ചെയ്യണം? എത്ര സെന്റിമീറ്റർ എടുക്കണം? 3 സെന്റിമീറ്റർ. എത്ര സെന്റിമീറ്റർ ആണ്? കോമ്പസിൽ 3 സെന്റിമീറ്റർ എടുക്കാം. എടുത്തോ എടുത്തോ എടുത്തോ. കോമ്പസിന്റെ മുന എയിൽ കുത്തി ഒരാർക്ക് വരയ്ക്കുക. ആ ആർക്കിൽ കുത്തിക്കൊണ്ട് രണ്ടാമത്തെ ആർക്കും വരയ്ക്കാം. ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഇല്ല. ആ പോയിന്റുകൾക്ക് യഥാക്രമം പി എന്നും ക്യൂ എന്നും പേര് കൊടുക്കാം. ആ കൂട്ടിമുട്ടൽ നടന്ന പോയിന്റുകളുണ്ടല്ലോ, ആ പോയിന്റ് എന്തൊക്കെ പേര് കൊടുക്കാം? പി എന്നും ക്യൂ എന്നും പേര് കൊടുക്കാം. കൊടുത്തു. ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഇല്ല. ഇനി എന്ത് ചെയ്യണം? ഈ പിയിലൂടെയും ക്യൂവിലൂടെയും ആർക്ക് പാരലായിട്ട് ബി ആറിന് പാരലായിട്ട് പെർപെൻഡിക്കുലർ വരയ്ക്കണമെന്നോ? 2 പാരലൽ ലൈൻസ് വരയ്ക്കണം. എന്താ വരയ്ക്കണം? എങ്ങനെയായിരുന്നു പാരലൽ ലൈൻ വരയ്ക്കുന്നത്? സെറ്റ് സ്ക്വയർ എടുത്ത് ബി ആറിലോട്ട് ചേർത്ത് വെക്കാം. അപ്പൊ കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ. ക്ലാസ്സിൽ ഇരിക്കുന്നവർ കാണാൻ പറ്റുന്നുണ്ടോ? ഉണ്ട്. ഇനി എന്ത് ചെയ്യണം? ഇതിന്റെ ഒരറ്റത്തോട്ട് സ്കെയിൽ ചേർത്ത് വെക്കണം. എന്നിട്ട് സ്കെയിലിന്റെ സൈഡിലൂടെ ആരെ നിരക്കുക? സെറ്റ് സ്ക്വയറിനെ നിരക്കുക. ആരെ നിരക്കുക? സെറ്റ് സ്ക്വയറിനെ നിരക്കി എവിടെ കൊണ്ടുവരണം? ക്യൂവിൽ കൊണ്ടുവരണം. അവിടെ കൊണ്ടുവരുമ്പോ ഒന്ന് നിർത്തണം. നിർത്തിയിട്ട് ക്യൂവിൽ നിന്ന് താഴോട്ടൊരു വര വരയ്ക്കണം. അപ്പൊ കാണാൻ പറ്റുന്നുണ്ടോ? ഇനി വീണ്ടും എന്ത് ചെയ്യണം? കുട്ടി വരയ്ക്കുന്നുണ്ടോ അതൊക്കെ? ഇനി എന്ത് ചെയ്യണം? വീണ്ടും സ്കെയിലെടുത്ത് സെറ്റ് സ്ക്വയറിന്റെ സൈഡിലോട്ട് ചേർത്ത് വെക്കുക. ആരെ നിരക്കുക? സെറ്റ് സ്ക്വയറിനെ നിരക്കി എവിടെ കൊണ്ടുവരണം? പിയിൽ കൊണ്ടുവരണം. പിയിൽ കൊണ്ടുവന്നിട്ട് അവിടെ നിന്ന് താഴോട്ടൊരു വര വരയ്ക്കാം. ഇത്ര ഓക്കെ ആണോ? അപ്പോ ഇത്ര ഓക്കെ ആണോ? ഓക്കെ സാർ. ക്യൂവിന്റെ താഴെയുള്ളതിന് എൻ എന്നും പിയുടെ താഴെയുള്ളതിന് എം എന്നും പേര് കൊടുക്കാം. അക്ഷരമൊക്കെ പരീക്ഷാ ഹാളിൽ അവരവർക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം. ഇന്നതൊന്നും നിർബന്ധമൊന്നും ഇല്ല. ഹലോ, ഇതിൽ എ ബി അല്ലേ 11 സെന്റിമീറ്റർ നീളമുള്ള വര? അതിനെ എത്ര ഈക്വൽ പാർട്ടാക്കി? അതിലെ ഒരു പാർട്ടിന് നമ്മുടെ ചോദ്യവുമായിട്ടുള്ള ബന്ധം ഒരു ബന്ധവുമില്ല. അതുകൊണ്ട് എന്തുവായിരുന്നു ബന്ധം? ആ ഒരു പാർട്ടാണ് നമ്മൾ വരയ്ക്കാൻ പോകുന്ന ഇക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ സമഭുജ ത്രികോണത്തിന്റെ ഒരു വശത്തിന്റെ നീളം. അല്പം മുമ്പേ 11/3 നമ്മൾ ചെയ്തു വെച്ചില്ലേ? അപ്പൊ വേണ്ടേ, ഇത് 11/3 ആണ്, ഇത് 11/3 ആണ്, ഇതും 11/3 ആണ്. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒരു നീളം അളന്നെടുത്ത് എന്തെങ്കിലും വരച്ചാൽ മതി. ഇക്വലാറ്ററൽ ട്രയാങ്കിൾ വരച്ചാൽ മതിയല്ലോ. ബോർഡിലേക്ക് നോക്കിയിരിക്കുക. ഞാൻ പറയാതെ ആരും ഒന്നും വരയ്ക്കണ്ട. ബോർഡിലേക്ക് നോക്കിയിരിക്കണം. നോക്കാം. ഞാൻ കോമ്പസിന്റെ മുനയെടുത്ത് എമ്മിൽ കുത്തി. ഹലോ, ഇവിടെ പെൻസിലിന്റെ മുന കൊണ്ടുവന്ന് എന്നിൽ വെച്ചു. എവിടെ വെച്ചു?
അപ്പൊ എം തൊട്ട് N വരെയുള്ളത് 11നെ 3 വീതം വെച്ചതിൽ ഒരു പാർട്ടല്ലേ. കോമ്പസിന്റെ മുന ഇപ്പൊ മേടിക്കും എൻ്റെ കോമ്പസിന്റെ മുന എമ്മിൽ കുത്തിക്കൊണ്ട് താഴെ ഒരു ആർക്ക് വരയ്ക്കും. താഴെ ഒരു വരയ്ക്കുമ്പോ ഇച്ചിരി വലിപ്പത്തിൽ തന്നെ വരച്ചോ, കുഴപ്പമൊന്നുമില്ല. ഹലോ, ആ കിഴക്കേറ്റത്തിരിക്കുന്ന സഹോദരി ഇവിടെ നോക്കിയിരിക്കും. ഇനി കോമ്പസേലെ അളവ് മാറ്റരുത്. കോമ്പസിന്റെ മുന എന്നിൽ കൊണ്ടുവന്ന് വെക്കണം. ഇവിടെ കൊണ്ടു വെക്കണം. എന്നിട്ട് എന്ത് വരയ്ക്കുക? ഒരു ആർക്ക് വരയ്ക്കുക. കണ്ടോ, ഈ 2 ആർക്കും കൂടി ഒരു പോയിന്റിൽ കൂട്ടിമുട്ടിയില്ലേ? ആ പോയിന്റിന് എച്ച് എന്ന് പേര് കൊടുക്കാം. എന്ത് പേര് കൊടുക്കാം? 2 വരയും കൂടെ വരയ്ക്കുമ്പോ വൈകാമാടം നമ്മുടെ പടം പൂർത്തിയാകും. അദ്വൈത് ഇവിടെ നോക്കിയിരിക്കാം. എമ്മും എച്ചും കൂടെ എന്ത് ചെയ്യുക? യോജിപ്പിക്കുക. എമ്മും എച്ചും കൂടെ യോജിപ്പിക്കുക. ഓക്കെ ആണല്ലോ. അടുത്തത് എന്നും എന്നും എച്ചും കൂടെ യോജിപ്പിക്കുക. ഇപ്പോൾ പടത്തിന്റെ താഴെ എം എച്ച് എൻ എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ കിട്ടിയില്ലേ? ഇത് എന്ത് ട്രയാങ്കിൾ ആണ്? ഇക്വലാറ്റർ ട്രയാങ്കിൾ ഓഫ് പെരിമീറ്റർ 11 സെന്റിമീറ്റർ. പെരിമീറ്റർ ഇപ്പൊ കാര്യം പിടികിട്ടിയ സംഗതി വരച്ചാട്ടെ. അപ്പൂന് മനസ്സിലായോ? ഇത് നേരെ മുകളിലോട്ട് വേണമെങ്കിൽ വരയ്ക്കാം. പിന്നെ മുകളിലോട്ട് വരയ്ക്കാത്തതിന്റെ കാര്യം, ഓൾറെഡി അവിടെ ഒരുപാട് കൺസ്ട്രക്ഷൻ കിടപ്പുണ്ട്. അപ്പൊ മുകളിലോട്ട് വരച്ചാൽ അതൊരു കോംപ്ലിക്കേഷൻ ഉണ്ടാക്കും. താഴോട്ടാകുമ്പോൾ നമുക്ക് കണ്ടാൽ പെട്ടെന്ന് മനസ്സിലാവും. കിട്ടിയോ? ഈ താഴോട്ട് വരച്ചതിന് പകരം ഇതെടുത്ത് നേരെ മുകളിലോട്ടാക്കി എന്ത് ചെയ്യാം? വരയ്ക്കാം. വരച്ചാട്ടെ. എങ്ങോട്ട്? ഹലോ, അടുത്ത സംശയം. ഇപ്പൊ ഇവിടുന്ന് താഴോട്ട് വരച്ചില്ലേ? ഇതിന് പകരം എയിലും എമ്മിലും കുത്തി താഴോട്ട് വരയ്ക്കാം. എന്നിലും ബിയിലും കുത്തി താഴോട്ട് എന്ത് ചെയ്യാം? വരയ്ക്കാം. എവിടെ വരച്ചാലും കറക്റ്റാണ്. ഒന്നുകൂടെ വായിച്ച ചോദ്യം. ഡ്രോ എ സ്ക്വയർ ഓഫ് പെരിമീറ്റർ 15 സെന്റിമീറ്റർ. ചുറ്റളവ് 15 സെന്റിമീറ്റർ വരുന്ന ആരെ വരയ്ക്കണം? ഒരു സ്ക്വയർ, ഒരു സമചതുരം വരയ്ക്കണം. ഞാൻ ഈ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ മറ്റ് കലാപരിപാടികൾ നടത്തുന്നത് കണ്ടാൽ നോക്കാം. അപ്പോ ആരെ കുറിച്ചാണ് ചോദ്യം? സ്ക്വയർ. അപ്പോ എന്നെ മലയാളം ഒന്ന് വായിച്ചേ. 15 സെന്റിമീറ്റർ ചുറ്റളവുള്ള സമചതുരം വരയ്ക്കുക. ബോർഡിലേക്ക് എല്ലാവരും നോക്കിയിരിക്കുക. നമ്മളൊരു സ്ക്വയർ പരിഗണിക്കുന്നു, ഒരു സമചതുരം പരിഗണിക്കുന്നു. റഫായിട്ട് നമ്മളൊരു സ്ക്വയർ വരച്ചു, ഒരു സമചതുരം വരച്ചു. ഇതിന്റെ ഒരു വശം എത്ര ആണെന്ന് ക്വസ്റ്റ്യന് വല്ലതും പറയുന്നുണ്ടോ? ഇല്ല, നമുക്കറിയാൻ വയ്യാത്തോണ്ട് നമ്മൾ എ എന്നത്. ഒരു വശം എ ആണെങ്കിൽ എല്ലാ വശത്തിന്റെ നീളം എന്തായിരിക്കും? എ ആയിരിക്കും. കുറയോ? എ ആയിരിക്കും. എന്നാൽ ഈ സ്ക്വയറിനെ കുറിച്ച് ഒരു കാര്യം ക്വസ്റ്റ്യന് പറയുന്നുണ്ട്. പെരിമീറ്റർ ചുറ്റളവ് എത്രയാണ്? 15 സെന്റിമീറ്റർ ആണ് പറയുന്നത്. സ്ക്വയറിന്റെ ഒരു സൈഡ് എ ആണെങ്കിൽ, സമചതുരത്തിന്റെ ഒരു വശം എ ആണെങ്കിൽ, പെരിമീറ്റർ ചുറ്റളവ് എന്ത് വരും? 4a. എന്ത് വരും? അപ്പൊ 4a ഈക്വൽ 15. a ഈക്വൽ 15/, അവിടെ കുഴപ്പമുണ്ട്. 15നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ പോയിന്റ് കഴിഞ്ഞ് ഇങ്ങനെ നമ്പർ ആവർത്തിക്കുന്ന സംഖ്യ കിട്ടും. അത് നമുക്ക് എവിടെ എടുക്കാൻ പറ്റില്ല? സ്കെയിലിൽ എടുക്കാൻ പറ്റില്ല. അടുത്ത ഐഡിയ പിടി കിട്ടിയല്ലോ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യം ക്ലിയർ ആയോ? ഇവിടെ നമുക്ക് 2 മെത്തേഡിൽ ഈ കൺസ്ട്രക്ഷൻ ചെയ്യാം. ഒരെണ്ണം ഓൾറെഡി ഇപ്പൊ നിങ്ങൾക്ക് അറിയാം, പറഞ്ഞാട്ടെ. ആദ്യം 15 സെന്റിമീറ്റർ നീളത്തിൽ ഒരു വര താഴെ വരയ്ക്കണം. എന്നിട്ട് ഈ 15-നകത്ത് വരുന്ന 4ന്റെ ഒരു ഗുണിതം, 4ന്റെ ഒരു മൾട്ടിപ്പിൾ, അതെത്ര? 4 3 12. 4 3 12 സെന്റിമീറ്റർ നീളത്തിൽ ഒരു ചരിഞ്ഞ വരയെ അങ്ങോട്ട് വരയ്ക്കണം. ഈ ചരിഞ്ഞ വരയെ
എത്ര ഈക്വൽ പാർട്ടാക്കണം? വേണ്ടേ? 4 ഈക്വൽ പാർട്ടാക്കണം, 4 തുല്യ കഷ്ണമാക്കണം. പിന്നെ നമ്മുടെ പാരലൽ ലൈൻ വരയ്ക്കുന്ന പരിപാടി. അപ്പൊ താഴത്തേത് 4 പാർട്ടാകും. അതിലെ ഒരു പാർട്ട് അളന്നെടുത്ത് എന്ത് വരച്ചാൽ മതി? ഒരു മതിൽ കിട്ടിയല്ലോ. അപ്പൊ ചെയ്തോളൂ. നോക്കി എങ്ങനെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഹിയർ ഓൾസോ വി ക്യാൻ ഡ്രോ എ ലൈൻ 15 സെന്റിമീറ്റർ ലോങ് ആൻഡ് ഡിവൈഡ് ഇറ്റ് ഇൻറ്റു 4 ഈക്വൽ പാർട്സ് വിത്ത് ദീസ് ഈക്വൽ പാർട്സ് വി ക്യാൻ ഡ്രോ ദ സ്ക്വയർ. ഇതാണ് നമുക്ക് ഓൾറെഡി ചെയ്യാവുന്ന ഒരു മെത്തേഡ്. വീട്ടിൽ പോയി ഒന്ന് വരച്ചു നോക്കിക്കോണം. മറ്റൊരു മെത്തേഡ് കണ്ടോ, വി ക്യാൻ ഡു ഇറ്റ് ഇൻ ആൻ ഈസി വേ. ഇത് കുറച്ചുകൂടി എളുപ്പമുള്ള മറ്റൊരു മെത്തേഡ് നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് വായിച്ചാട്ട സ്റ്റെപ്പ്. പറവുള്ളതേ. അല്ലല്ല, ബാക്കി വായിക്കേ. പെരിമീറ്റർ എത്രയാണ്? 15 സെന്റിമീറ്റർ. പെരിമീറ്റർ എത്രയാണ്? പെരിമീറ്റർ എത്രയാണ്? 15 സെന്റിമീറ്റർ. പെരിമീറ്റർ എത്രയാണ്? അപ്പൊ അങ്ങനെയാണെങ്കിൽ അടുത്ത വരിൽ എന്ത് എഴുതി വെച്ചിരിക്കുന്നത്? ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് ഈക്വൽ ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് ഈക്വൽ ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് ഈക്വൽ 15/2 ഈക്വൽ. ഇത് നിങ്ങൾ പേടിക്കണ്ട. സാധാരണ നമ്മൾ പെരിമീറ്റർ എടുക്കുന്നത് സ്ക്വയർ ആയതുകൊണ്ട് രണ്ടും ഒരാൾ തന്നെയാണ്. നമ്മൾ സ്ക്വയർ എന്ന് പറയുന്നത് ആക്ച്വലി ഒരു റെക്റ്റാങ്കിൾ ആണ് അല്ലേ? സ്ക്വയർ, സമചതുരം എന്ന് പറയുന്നത് ഒരു ചതുരമാണ്, ഒരു റെക്റ്റാങ്കിൾ ആണ്. എങ്ങനെയുള്ള ചതുരം? 4 സൈഡും ഈക്വലായിട്ട് വരുന്ന റെക്റ്റാങ്കിളിനെ, ചതുരത്തിനെ വിളിക്കുന്ന പേരാണ് സമചതുരം, സ്ക്വയർ. ഐഡിയയിൽ നമ്മൾ എഴുതി വെച്ചു. ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് ഈക്വൽ. അതെങ്ങനെ ഈ ബൈ 2 വന്ന്? 2 × L+B ആണ് പെരിമീറ്റർ. അപ്പൊ എത്ര വരും? 15. അപ്പൊ L+B ഈസ് ഈക്വൽ ടു 15/2. അങ്ങനെ എത്ര കിട്ടും? 7.5. എത്ര ഐഡിയ എവിടെ കിട്ടിയോ? ഇനിയാണ് കൺസ്ട്രക്ഷന്റെ സ്റ്റെപ്പ്. വായിച്ചാട്ടെ. ഡ്രോ എ ലൈൻ AB 7.5 സെന്റിമീറ്റർ ലോങ്. അപ്പൊ 15 വരയ്ക്കുന്നതിന് പകരം 15ന്റെ പകുതിയായ 7.5 വരച്ചാലും മതി. ഐഡിയ എവിടെ കിട്ടിയോ? സാധാരണ നമ്മൾ എത്ര വരയ്ക്കുന്നത്? 15 വരയ്ക്കുന്നത്. 15ന് പകരം ആരെ വരച്ചാ മതി? 15ന്റെ പകുതിയായ 7.5 വരച്ചാ മതി. വരച്ചോട്ടെ, വരച്ചോ. അപ്പോ ക്ലിയർ ആയോ? അപ്പൊ നമ്മള് 7.5 സെന്റിമീറ്റർ നീളത്തിൽ എന്ത് വരയ്ക്കുന്നു? ഹലോ, കൂട്ടുകൾ മിണ്ടുന്നില്ല. ഒരു വര വരയ്ക്കുന്നു. 7.5 സെന്റിമീറ്റർ നീളത്തിൽ ഒരു വര വരയ്ക്കുന്നു. ആ വരയ്ക്ക് എന്ത് പേര് കൊടുക്കുന്നു? AB. ഓക്കെ. എന്താണ് സ്റ്റെപ്പ് 2? അടുത്ത സ്റ്റെപ്പ് 7.5 സെന്റിമീറ്റർ, 7.5 സെന്റിമീറ്റർ നീളത്തിൽ ഒരു വര വരയ്ക്കാം. അതിന്റെ പേരാണ് AB. ഇനി അടുത്തത് ഇവിടുന്ന് ഒരു ചരിഞ്ഞ വര വരയ്ക്കണ്ടേ? അതിനെ എത്ര ഈക്വൽ പാർട്ട് ആക്കണം? 2. എത്രയാണ്? 7.5ക്ക് താഴെ 2 ഈക്വൽ പാർട്ട് ആക്കാൻ പറ്റുന്ന നമ്പർ പറഞ്ഞു. 6. എത്രയാണ്? അപ്പൊ രണ്ടേ ഈ എയിൽ സ്കെയിൽ വെച്ചുകൊണ്ട് എത്ര സെന്റിമീറ്റർ നീളത്തിൽ? 6 സെന്റിമീറ്റർ നീളത്തിൽ ഒരു വര വരയ്ക്കുക. 6 എവിടുന്ന് കിട്ടി? ഹലോ, 6 എവിടുന്ന് കിട്ടി? 7.5ന്റെ താഴെ 2 ഈക്വൽ പാർട്ടാക്കാൻ പറ്റുന്ന, 2 തുല്യ കഷ്ണമാക്കാൻ പറ്റുന്ന ഒരു നമ്പരാണ് ആരെന്ന് പറയുന്നത്? 6. ആ പോയിന്റിന് എന്ത് പേര് കൊടുക്കുക? Q.
ഓക്കെ, ഇതിന് നീളം എത്ര? 6. ഇനി അതിനെ എന്ത് ചെയ്യണം? 2 ഈക്വൽ പാർട്ട് ആക്കണം. എത്ര ഈക്വൽ പാർട്ട് ആക്കണം? 2 ഈക്വൽ പാർട്ട്. അതങ്ങനെ 2 ഈക്വൽ പാർട്ട് ആക്കുന്നത്? 6ന്റെ പകുതി. 6ന്റെ പകുതി എത്ര? 3 സെന്റിമീറ്റർ നീളം കോമ്പസിൽ അളന്നേ. 3 സെന്റിമീറ്റർ നീളം കോമ്പസിൽ അളക്കാം. കോമ്പസിന്റെ മുന എയിൽ കുത്തിക്കൊണ്ട് ഒരാർക്ക് വരയ്ക്കുക. ഹലോ, കോമ്പസിൽ 3 സെന്റിമീറ്റർ എടുക്കുക. കോമ്പസിന്റെ മുന എയിൽ കുത്തിക്കൊണ്ട് എന്ത് വരയ്ക്കുക? ഒരാർക്ക് വരയ്ക്കുക. എന്ത് വരയ്ക്കുക? ആ ആർക്ക് കട്ട് ചെയ്ത പോയിന്റിന് പി എന്ന് പേര് കൊടുക്കാം. ആർക്ക് കട്ട് ചെയ്ത പോയിന്റ് എന്ത് പേര് കൊടുക്കാം? പി. ഓക്കെ, ഇനി എന്താണ് അടുത്ത പരിപാടി? ക്യൂവും ബിയും കൂടെ യോജിപ്പിക്കാം. ക്യൂവും യോജിപ്പിച്ചപ്പോ യോജിപ്പിച്ചോ? ആ, Yes. ഇനി എന്തോ ചെയ്യണം? ഇനി അതുകൊള്ളോ, സെറ്റ് സ്ക്വയർ എടുത്തിട്ട് ഈ ക്യൂബിക്ക് പാരലായിട്ട് സമാന്തരമായിട്ടൊരു വര എവിടെ കൂടി വരയ്ക്കണം? എവിടെ കൂടെ വരയ്ക്കണം? എവിടെ കൂടെ വരയ്ക്കണം? പിയിലൂടെ. അത് നമ്മള് സെറ്റ് സ്ക്വയർ എടുത്ത് ബി ക്യൂബിൽ കൊണ്ടുവന്ന് വെച്ചു. എവിടെ വെച്ചു? ബി ക്യൂബിൽ കൊണ്ടുവന്ന് വെച്ചു. അതിന്റെ ഒരറ്റ താരെ കണക്ട് ചെയ്തു സ്കെയില്. എന്നിട്ട് സെറ്റ് സ്ക്വയർ പതുക്കെ നിരക്കുന്നു. എവിടെ കൊണ്ടുവന്ന് വെക്കുന്നു? എവിടെ കൊണ്ടുവന്ന് വെക്കുന്നു? പിയിൽ കൊണ്ടുവന്ന് വെക്കുന്നു. എവിടെ കൊണ്ടുവന്ന് വെക്കുന്നു? പിയിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് എന്ത് വരയ്ക്കുന്നു? ഒരു പാരലൽ ലൈൻ വരയ്ക്കുന്നു. എന്ത് വരയ്ക്കുന്നു? ആ പോയിന്റിന് ആർ എന്ന് പേര് കൊടുക്കാം. ഓക്കെ, ഇനി ഏതോ അടുത്ത സ്റ്റെപ്പ്? ഇതിന്റെ ബാക്കി ഡ്രോ പെർപെൻഡിക്കുലേഴ്സ് അറ്റ് ആർ. ആർ ആൻഡ് കംപ്ലീറ്റ് ദ സ്ക്വയർ. ആറിൽ വെച്ച് നമുക്കൊരു പെർപെൻഡിക്കുലർ വരയ്ക്കണം. ആറിൽ വെച്ച് എന്ത് വരയ്ക്കണം? അതെങ്ങനെ വരയ്ക്കും? ഇങ്ങനെ വരയ്ക്കും. പ്രൊട്രാക്ട് എടുക്കാം. ആരെടുക്കാം? പ്രൊട്രാക്ട് എടുക്കാം. എന്നിട്ട് ഈ പ്രൊട്രാക്ടർ എവിടെ കൊണ്ടുവന്ന് വെക്കണം? ഹലോ, വേണ്ടേ? ആറിൽ കൊണ്ടുവന്ന് വെച്ചു. ഓക്കെ, എത്ര ഡിഗ്രി? 90 ഡിഗ്രി അടയാളപ്പെടുത്തുക. അപ്പൊ കണ്ടോ പ്രൊട്രാക്ട് എവിടെ വെച്ചേക്കുന്നതെന്ന്? ഏത് പോയിന്റില? ആറിൽ വെച്ച് താഴോട്ട് 90 ഡിഗ്രി അടയാളപ്പെടുത്തുക. ഓക്കെ, ഓക്കെ. ഇനി എന്ത് ചെയ്യണം? ആറും ഈ പോയിന്റും കൂടെ യോജിപ്പിക്കാം. ആറും ഈ പോയിന്റോട് എന്ത് ചെയ്യുക? യോജിപ്പിക്കാം. അല്ലെങ്കിൽ താഴോട്ട് എന്തോ നീളം വേണം. ഒന്നുകിൽ എ ആറിന്റെ നീളം അല്ലെങ്കിൽ ബി ആറിന്റെ നീളം എന്തിലെടുക്കാം? കോമ്പസിൽ എടുക്കാം. അപ്പൊ എ തൊട്ട് 6 വരെയുള്ള ദൂരം എന്തിലെടുത്തു? കോമ്പസിൽ എടുത്തു. എ തൊട്ട് 6 വരെയുള്ള ദൂരം എന്തിലെടുത്തു? കോമ്പസിൽ എടുത്തു. കോമ്പസിന്റെ മുന 6ൽ കുത്തിക്കൊണ്ട് താഴെ ഒരു ആർക്ക് വരയ്ക്കാം. കോമ്പസിന്റെ മുന എയിൽ കുത്തിക്കൊണ്ട് താഴെ ഒരു ആർക്ക് വരയ്ക്കാം. വരച്ചു. വേണ്ടേ? ഈ ആർക്കിൽ കുത്തിക്കൊണ്ട് അതിന്റെ വലതുവശത്ത് ഒരാർക്ക് വരയ്ക്കാം. ബോർഡെ നോക്കണം. ഈ ആർക്കിൽ കുത്തിക്കൊണ്ട് ഇതിന്റെ വലതുവശത്ത് ഒരാർക്ക് വരയ്ക്കാം. അപ്പോ കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ. വീണ്ടും കോമ്പസിന്റെ മുന ബിയിൽ കുത്തിക്കൊണ്ട് താഴെ ഒരാർക്ക് വരയ്ക്കാം. ഓക്കെ ആണോ? രണ്ട് ഈ പോയിന്റ് കണ്ടോ?
ഈ പോയിന്റ് കണ്ടോ? ഈ പോയിന്റ് കണ്ടോ? ഇവരെയൊക്കെ എന്തുപയോഗിച്ച് യോജിപ്പിക്കാം? ആദ്യം ബിയിൽ നിന്ന് താഴോട്ട് യോജിപ്പിക്കുക. അടുത്തത് ഈ താഴത്തെ രണ്ടുപേരെ തമ്മിൽ എന്ത് ചെയ്യുക? യോജിപ്പിക്കുക. ഓക്കെ, പേരുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാം. പി ക്യു ആർ എസ് ടി. ടി എത്ര മതി? നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്ന സ്ക്വയർ ഏതാ? BRST. വേണമെങ്കിൽ പേപ്പർ നോക്കുന്ന ഒരു സന്തോഷം വരാൻ വേണ്ടിയിട്ട് ആ സ്ക്വയർ ഒന്ന് ചെറുതായിട്ട് ഒന്ന് ഷെയ്ഡ് ചെയ്തിട്ട്. അപ്പോ ഓക്കെ ആണോ? അപ്പോ ഓക്കെ ആണോ? ഓക്കെ സാർ, ഞാൻ ശരി. അത് ഇപ്പുറത്തേക്കാ വരച്ചേ. എവിടെ, മുകളിലോട്ടാക്കിയോ? അതല്ല, ആ ചതുരം ഇടത്തെ ഭാഗത്തേക്ക് വരച്ചേ. ഇടത് വശത്തൊന്നും കുഴപ്പമില്ല.